നല്ലൊരു അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബഡ് പ്ലാവിൻ്റെ വരിക്ക ചക്കയാണ്. ഇത് നമ്മൾ പറിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് മുകളിൽ വീഴും. ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് തന്നെ വീഴും ഈ ചക്ക. ഇത് നമ്മൾ പറിക്കേണ്ട, പാകമാവുമ്പോൾ കറക്റ്റായിട്ട് ഇത് പ്ലാവിൽ നിന്ന് താഴെ വരും, ഒരു കുഴപ്പം വരത്തില്ല. നമ്മൾ കണ്ടോ, ഇത് മുറിച്ചാൽ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് മുറിക്കാം. നോക്കട്ടെ, ഇവിടെ സൈഡ് അകന്ന് നോക്കണം. ആഹാ, നോക്ക്, അടിപൊളി. വാട്ട് എ ഗുഡ് ഫ്രൂട്ട്. വെള്ളം കഴിയും. ഓക്കെ ചക്ക എന്ന് പറയുന്നത് നമുക്ക് സീസണലായിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ്. ഫൈബർ കണ്ടന്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പഴുക്കാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഷുഗർ ഉള്ളവർക്കും പച്ചച്ചക്ക വേവിച്ച് നന്നായിട്ട് കഴിക്കാം. പഴുത്താലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് മധുരം നമ്മളെ കാര്യമായിട്ട് ഡയബറ്റിക്സ് ഉള്ളവരെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് മറ്റു പഴങ്ങൾ കഴിക്കുന്ന പോലെയല്ല, ചക്ക വേണേൽ കഴിക്കാം. കൂടാതെ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ഭയങ്കരമാണ്, നല്ല വൈറ്റമിൻസ് ഉണ്ട്, ധാരാളമായിട്ട് നമുക്ക് ഒരു സീസണിൽ കിട്ടും. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഇതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. പച്ചച്ചക്കയാണെങ്കിൽ ചുളയെടുത്ത് അതിനെ ഒന്ന് ചെറുതായിട്ട് പുഴുങ്ങി നമുക്ക് ഡ്രയറിൽ വെച്ച് ഉണക്കി വെക്കാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഫ്രീസറിലോ വെച്ചിരുന്നു കഴിഞ്ഞാൽ പുഴുങ്ങിയ ശേഷം ഫ്രീസറിലോ ചെറിയ പാക്കറ്റുകളിലാക്കി വെച്ചിരുന്നാൽ എടുത്തിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. ചക്ക കുരു എന്ന് പറയുന്ന സാധനം ഒന്ന് പുഴുങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പുറത്തെ വെള്ളത്തൊലി അങ്ങ് പോകും. അത് പെട്ടെന്ന് അത് അകത്തെ അതിൻ്റെ കാമ്പ് ചുരുങ്ങുന്നതുകൊണ്ട് വെള്ളത്തൊലി പെട്ടെന്ന് കളയാം നമുക്ക്. അതും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ച് സൂക്ഷിക്കാം, ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചക്ക. അപ്പോൾ ഈ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഇത് പഴുത്തേക്കാം. ഇത് ചക്ക ഉണങ്ങിയത്, ചക്ക ഉണങ്ങിയത്. ഇത് പച്ചച്ചക്ക പറിച്ച് നമ്മൾ അരിഞ്ഞ് ചുളയെടുത്ത് അരിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങി അതിനുശേഷം ഇതിനെ ഡ്രയറിൽ വെച്ച് ഉണക്കിയതാണ്. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. ഇത് നമുക്ക് തിരിച്ച് വെള്ളത്തിലിട്ടാൽ വെള്ളം പിടിച്ച് പഴയതുപോലെ ആവും. ഇത് ചക്കക്കുരു ഉണ്ടോ, ചക്കക്കുരു ഉണങ്ങിയതാണ്. ചക്കക്കുരു നമുക്കിതുപോലെ ഡ്രൈ ആക്കി ഇതിനെ പുഴുങ്ങിയെടുത്ത് നമുക്ക് ഡ്രൈ ആക്കി എടുത്താൽ തൊലി ഉണ്ടോ, തൊലി ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി പോകും. പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെയധികം പ്രയോജനം. ഇതിൻ്റെ ഈ കറുത്ത ബ്രൗൺ കളറിലുള്ള തൊലിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളത്. ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒത്തിരി റിച്ചായിട്ടുള്ള നമ്മളുടെ ഒരു ചക്കക്കുരു. ഇതിൻ്റെ ചക്കക്കുരു പൊടിയാണ്. ഇത് കണ്ടോ, പൊടിച്ച് വെച്ചേക്കുന്നത്. ഡ്രൈ ആക്കിയ ശേഷം പൊടിച്ച് നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാത്തിൻ്റെ കൂടെയും ചേർത്ത് നമുക്ക് കറികളിലോ ഭക്ഷണ സാധനങ്ങളിലെല്ലാം 1-2 ടീസ്പൂൺ ചേർക്കാം. സാമ്പാറിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ പുട്ടിനകത്താണെങ്കിൽ അതുപോലെ എല്ലാ വിഭവങ്ങൾക്കും നമുക്ക് 2 സ്പൂണോ 3 സ്പൂണോ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡയറ്ററി ക്വാളിറ്റി, ഫൈബർ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാത്തിലും കിട്ടും. സാധാരണ നമ്മളുണ്ടാക്കുന്ന പുട്ടിലും അതുപോലെയുള്ള വിഭവങ്ങളിലുമൊക്കെ അരിപ്പൊടി വളരെ നൈസായതുകൊണ്ട് അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഹസ്കില്ലാത്ത അല്ലെങ്കിൽ തൊലിയില്ലാത്ത അരി കൊണ്ടുണ്ടാക്കുന്നത്, തവിടില്ലാത്ത അരി കൊണ്ടുണ്ടാക്കുക. പക്ഷേ ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഈ തൊലി നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഇടണ്ട, 1-2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർഷാവർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് സമഗ്രമായ ഒരു ഫുഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ഒരു കലവറയാണ് ഇത്. നമുക്ക് എല്ലാ രീതിയിലും പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണം. നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യം തരുന്ന വിഭവങ്ങളാണ്